നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ചൊന്ന് വ്യത്യസ്തമാണ്. ഇന്ന് നമ്മൾ നിങ്ങളുടെ ജന്മനക്ഷത്രമോ അല്ലെങ്കിൽ ജനന തീയതിയോ പേരിന്റെ ആദ്യാക്ഷരമോ ഒന്നും നോക്കുന്നില്ല. പകരം നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായി തിരഞ്ഞെടുക്കുന്ന ഒരു നിറത്തിലൂടെയാണ് നിങ്ങളെക്കുറിച്ച് ചില രഹസ്യങ്ങൾ കണ്ടെത്താനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് മുന്നിൽ 3 നിറങ്ങളുണ്ട്. 1-ാം നമ്പർ ചുവപ്പ് നിറമാണ്, 2-ാം നമ്പർ മഞ്ഞ നിറമാണ്, 3-ാം നമ്പർ നീല നിറമാണ്. ഈ 3 നിറങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് നിറമാണ്? പക്ഷെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് ഏത് നിറമാണ് ഏറ്റവും ഇഷ്ടം എന്നതല്ല ചിന്തിക്കേണ്ടത്. പകരം ഈ 3 നിറങ്ങളിൽ ആദ്യം എൻ്റെ കണ്ണിൽപ്പെട്ടത് ഏതാണ് അത് നോക്കുക. ഒരു നിറത്തിലേക്ക് മനസ്സ് വീണ്ടും വീണ്ടും പോകുന്നുണ്ടോ? ഒരു നിറം കണ്ടപ്പോൾ എന്തുകൊണ്ടോ ഒരു പ്രത്യേക ആകർഷണം തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ നിറം തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ഒരിക്കൽ തിരഞ്ഞെടുത്ത ശേഷം നിറം മാറ്റാനായിട്ട് പാടില്ല. കാരണം പലപ്പോഴും നമ്മുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പിലാണ് നമ്മുടെ മനസ്സിന്റെ സ്വാഭാവിക പ്രതികരണം ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കുറച്ചു സമയം നിർത്തണമെങ്കിൽ നിർത്താം. 3 നിറങ്ങളും ഒന്നിച്ച് ശ്രദ്ധിച്ചു നോക്കുക, ശാന്തമായി നോക്കുക. 1, 2, 3. ഇപ്പോൾ മനസ്സിൽ വന്ന നമ്പർ ഓർത്തു വയ്ക്കുക, അല്ലെങ്കിൽ ആ നിറം ഓർത്തു വയ്ക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്ത നിറം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം, ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ട നിറമല്ല, നിങ്ങളെ ഏറ്റവും ആദ്യം അട്രാക്ട് ചെയ്യപ്പെടുന്ന നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം നീലയാണ്. നിങ്ങൾ പെട്ടെന്ന് ഇതിലേക്ക് നോക്കുമ്പോൾ ആ ഒരു നിറം തന്നെയാണ് നിങ്ങളെ അട്രാക്ട് ചെയ്തത് എങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ തിരഞ്ഞെടുക്കാം. അതല്ലാതെ നിങ്ങളുടെ ഇഷ്ട നിറം ചുവപ്പാണ്, പക്ഷെ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് മഞ്ഞ നിറത്തിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് മഞ്ഞ നിറമാണ്. അപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യം വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഓരോ നിറങ്ങളും നിങ്ങളെക്കുറിച്ച് പറയുന്ന ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. കാരണം ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ 1-ാം നമ്പർ നിറമായിട്ടുള്ള ചുവന്ന നിറം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് ചുവപ്പ് നിറമാണെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യം പറയാം. നിങ്ങൾ പുറത്തേക്ക് കാണിക്കുന്ന വ്യക്തിത്വവും നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ വ്യക്തിത്വവും ഒരുപോലെയല്ല എന്നതാണ് സത്യം. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് നിങ്ങൾ വളരെ ശക്തനായ വ്യക്തിയാണെന്ന് തോന്നാം. പ്രശ്നങ്ങൾ വന്നാലും തളരാത്ത ഒരാൾ, മറ്റുള്ളവരുടെ മുന്നിൽ കരയാത്ത ഒരാൾ, എന്ത് സംഭവിച്ചാലും ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന ഒരാൾ. പക്ഷെ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ കഥ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് വളരെ ആഴത്തിലുള്ള വികാരങ്ങളുണ്ട്. ചില കാര്യങ്ങൾ മറ്റുള്ളവർ മറന്നുപോയാലും നിങ്ങൾ മറക്കാറില്ല എന്നതാണ് സത്യം. ആരെങ്കിലും പറഞ്ഞ ഒരു നല്ല വാക്കുപോലും നിങ്ങൾ വർഷങ്ങളോളം ഓർത്തുവയ്ക്കും. അതുപോലെ തന്നെ ആരെങ്കിലും പറഞ്ഞ ഒരു വേദനിപ്പിക്കുന്ന വാക്കും നിങ്ങളുടെ മനസ്സിൽ വളരെ കാലം കിടക്കും. നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. വേദനിച്ചാലും അത് എല്ലാവരോടും പറയില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ പോലും ചിലപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. പക്ഷേ സത്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നടക്കുന്നുണ്ടാകും. രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർത്ത് ചിന്തിക്കുന്ന സ്വഭാവവും ഉണ്ടാകാം. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, അയാളോട് കുറച്ചുകൂടി സംസാരിച്ചിരുന്നുവെങ്കിൽ, ആ തീരുമാനമെടുത്തത് ശരിയായിരുന്നു എന്നിങ്ങനെ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിൽ വരാം. ഇതാണ് നിങ്ങളെക്കുറിച്ച് പലർക്കും അറിയാത്ത ആദ്യത്തെ രഹസ്യം. ഇനി നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരാളെ സ്നേഹിച്ചാൽ പകുതി മനസ്സോടെ സ്നേഹിക്കുന്ന ആളല്ല എന്നുള്ളതാണ്, പൂർണ്ണമായി സ്നേഹിക്കുന്ന ആളാണ്. ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നിങ്ങൾക്ക് സമയമെടുക്കും. എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കില്ല. ആദ്യം അവരെ നിരീക്ഷിക്കും. അവർ എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്, ഇതൊക്കെയും നിങ്ങൾ ശ്രദ്ധിക്കും. പക്ഷെ ഒരിക്കൽ ആ വ്യക്തി നിങ്ങളുടെ വിശ്വാസം നേടിയാൽ നിങ്ങൾ അവർക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ചിലപ്പോൾ നിങ്ങളെക്കാൾ മുൻപ് അവരുടെ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കും. അവർക്കൊരു വിഷമമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലും അതിൻ്റെ ഭാരമുണ്ടാകും.
പക്ഷെ ഇവിടെ ഒരു മുന്നറിയിപ്പുണ്ട്. നിങ്ങളുടെ ഈ നല്ല മനസ്സ് ചിലർ മുതലെടുക്കാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും ഒരുപോലെ വിശ്വാസം കൊടുക്കേണ്ടതില്ല. സ്നേഹം കൊടുക്കുക, പക്ഷെ അതോടൊപ്പം നിങ്ങളുടെ അതിരുകളും സംരക്ഷിക്കുക. ഒന്നാം നിറം തിരഞ്ഞെടുക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ വേദന നൽകുന്നത് വലിയ പ്രശ്നങ്ങളല്ല, പകരം വിശ്വസിച്ച ഒരാളിൽ നിന്നുള്ള അവഗണനയാണ്. നിങ്ങളെ ഒരാൾ തെറ്റിദ്ധരിച്ചാൽ പോലും നിങ്ങൾക്ക് വിഷമമാകും. പക്ഷെ ഒരിക്കൽ വളരെ അടുത്തിരുന്ന ഒരാൾ പെട്ടെന്ന് മാറി നിൽക്കുന്നത് നിങ്ങൾക്ക് വളരെ ആഴത്തിൽ ബാധിക്കും എന്നതാണ്. നിങ്ങൾ ചോദിക്കാതെ തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്താണ് മാറിയത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇങ്ങനെ സ്വയം ചോദിച്ചേക്കാം. പക്ഷെ എല്ലായ്പ്പോഴും തെറ്റ് നിങ്ങളുടേതായിരിക്കണമെന്നില്ല. ചില ആളുകൾ അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ കൊണ്ടാണ് മാറുന്നത്. അത് നിങ്ങളുടെ വില കുറയുന്നതല്ല. ഇനി നിങ്ങളുടെ ഒരു രഹസ്യ കഴിവിനെ കുറിച്ച് പറയാം. നിങ്ങളിൽ ഒരു പ്രത്യേക കഴിവുണ്ട്, ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവ്. ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾക്കപ്പുറം എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും. ആരെങ്കിലും ചിരിച്ചുകൊണ്ട് സംസാരിച്ചാലും അവരുടെ ഉള്ളിൽ വിഷമമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാം. ആരെങ്കിലും അമിതമായി സ്നേഹം കാണിച്ചാലും അതിലെന്തോ ശരിയല്ലെന്ന് നിങ്ങളുടെ മനസ്സ് പറയാം. പലപ്പോഴും ആ ആദ്യത്തെ തോന്നൽ ശരിയായിട്ടും ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ മുന്നറിയിപ്പ് പൂർണ്ണമായി അവഗണിക്കരുത്. ഇനി പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. വെറും പണം സമ്പാദിക്കണം എന്നതല്ല, സ്വന്തമായി സുരക്ഷിതമായ ഒരു ജീവിതം ഉണ്ടാക്കണം. സ്വന്തം വീട് വേണം. കുടുംബത്തിന് നല്ലൊരു ജീവിതം കൊടുക്കണം. ആവശ്യം വന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരരുത്. ഇതാണ് നിങ്ങളുടെ ഉള്ളിലെ വലിയ ആഗ്രഹങ്ങളിലൊന്ന്. നിങ്ങൾക്ക് പണം കിട്ടുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർക്കായി നിങ്ങൾ ചിലവാക്കും. പിന്നീട് സ്വന്തം ആവശ്യങ്ങൾക്കായി പണം കുറവായേക്കാം. അതുകൊണ്ട് ഒരു കാര്യം എപ്പോഴും ഓർക്കുക: മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ലതാണ്, പക്ഷെ സ്വന്തം ഭാവിക്കായി മാറ്റിവയ്ക്കുന്നതും അത്ര തന്നെ പ്രധാനമാണ്. ഇനി ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ കഴിവ് നിങ്ങൾ തന്നെ കുറച്ചു കാണും. എനിക്കിതിന് കഴിയുമോ എന്ന് ആദ്യം സംശയിക്കും. പക്ഷെ ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ചെയ്യും എന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി കിട്ടിയാൽ അതിൽ വളരെ ആഴത്തിൽ പോകാൻ കഴിയും. നിങ്ങളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് വലിയ മാറ്റം നൽകും. ഇനി കുടുംബത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആണ്. വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. ചിലപ്പോൾ വീട്ടിലെ ഒരു ചെറിയ പ്രശ്നം പോലും നിങ്ങളെ ദിവസങ്ങളോളം അലട്ടും. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിങ്ങളുടെ സ്വന്തം മനസ്സ് ക്ഷീണിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ പരിഹരിക്കേണ്ടതില്ല എന്ന സത്യം തിരിച്ചറിയുക. ഇനി ഒന്നാം നമ്പർ നിറമായിട്ടുള്ള ചുവന്ന നിറത്തിന്റെ ഏറ്റവും വലിയ രഹസ്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ കരുതുന്നതിലും കൂടുതൽ ശക്തനായ വ്യക്തിയാണ് നിങ്ങൾ. അതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. നിങ്ങൾ അനുഭവിച്ച ചില കാര്യങ്ങൾ നിങ്ങളെ തകർത്തിട്ടില്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ പക്വതയുള്ളവരാക്കി. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചില ബന്ധങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പാഠമായിരിക്കും. നിങ്ങൾക്ക് വൈകി എത്തിയ ചില കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ കൂടുതൽ നല്ല സമയത്തിനായി തയ്യാറാക്കിയതായിരിക്കാം. അതുകൊണ്ട് ഒന്നാം നമ്പർ നിറമായിട്ടുള്ള ചുവന്ന നിറം തിരഞ്ഞെടുത്തവർ നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. നിങ്ങളുടെ സമയം നിങ്ങളുടേതാണ്, നിങ്ങളുടെ വഴി നിങ്ങളുടേതാണ്, നിങ്ങളുടെ കഥയും നിങ്ങളുടേതാണ്. ആ സത്യം നിങ്ങൾ തിരിച്ചറിയുക. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാം നമ്പർ നിറമായിട്ടുള്ള ചുവന്ന നിറം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാം നമ്പർ നിറമായിട്ടുള്ള മഞ്ഞ നിറം തിരഞ്ഞെടുത്ത ആളുകളിലേക്ക് വരാം. നിങ്ങളുടെ സ്വഭാവം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും തെളിയിക്കണം എന്ന ശക്തമായ ആഗ്രഹമുണ്ട്. ആരെങ്കിലും നിങ്ങളെ വില കുറച്ച് കണ്ടാൽ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മറക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. പക്ഷെ അതേ കാര്യം തന്നെ നിങ്ങളെ കൂടുതൽ ശക്തരാക്കുകയും ചെയ്യും. എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞല്ലോ, ഞാനത് ചെയ്തു കാണിക്കും. ഈ ഒരു മനോഭാവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. നിങ്ങളെ കാണുമ്പോൾ പലർക്കും വളരെ ആത്മവിശ്വാസമുള്ള വ്യക്തിയായി തോന്നും. പക്ഷെ നിങ്ങളുടെ ആത്മവിശ്വാസത്തിനുള്ളിലും ചിലപ്പോൾ സംശയങ്ങളുണ്ട്. നിങ്ങൾക്കും പേടിയുണ്ട്, നിങ്ങൾക്കും പരാജയത്തെക്കുറിച്ച് ചിന്തയുണ്ട്. പക്ഷെ അതൊന്നും പുറത്തേക്ക് കാണിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് തോൽവി ഇഷ്ടമല്ല, പക്ഷെ തോൽവിയിൽ നിന്ന് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലതവണ വീണാലും വീണ്ടും എഴുന്നേൽക്കാനുള്ള ശക്തി നിങ്ങളിൽ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന് വലിയ വിലയുണ്ട്. ആരെങ്കിലും എല്ലാ കാര്യത്തിലും നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നും. നിങ്ങൾക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കണം. സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെ വേണം. അതുകൊണ്ടാണ് പലപ്പോഴും മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നത്. പക്ഷെ ആ തീരുമാനങ്ങൾക്ക് പിന്നിൽ നിങ്ങൾ ഒരുപാട് ചിന്തിച്ചിട്ടുമുണ്ടാകും.
നിങ്ങൾ തുറന്ന് സമ്മതിക്കില്ലെങ്കിലും ആത്മാർത്ഥമായ പ്രശംസ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തെ ആരെങ്കിലും മനസ്സറിഞ്ഞ് അഭിനന്ദിച്ചാൽ ആ വാക്ക് നിങ്ങൾ വളരെ കാലം ഓർക്കും. പക്ഷെ വെറും പൊള്ളയായ പ്രശംസ നിങ്ങൾക്ക് ഇഷ്ടമല്ല. ആത്മാർത്ഥത നിങ്ങൾ തിരിച്ചറിയും എന്നതാണ് സത്യം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ വന്നു പോകും, പക്ഷെ എല്ലാവരെയും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നതാണ്. നിങ്ങൾക്കൊരു പരിധിയുണ്ട്. ആ പരിധി കടക്കാൻ വിശ്വാസം വേണം. ഒരിക്കൽ വിശ്വാസം തകർന്നാൽ പഴയ ബന്ധം തിരികെ കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ക്ഷമിച്ചാലും പഴയതുപോലെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് സമയം വേണം എന്നതാണ്. രണ്ടാമത്തെ നിറമായിട്ടുള്ള മഞ്ഞ നിറം തിരഞ്ഞെടുത്തവർക്ക് നേതൃത്വം നൽകുന്ന ജോലികളോട് സ്വാഭാവികമായ ആകർഷണം ഉണ്ടാകാം. ഒരു കൂട്ടത്തിൽ ആരും തീരുമാനമെടുക്കാതെ നിൽക്കുമ്പോൾ നിങ്ങൾ മുന്നോട്ട് വരും. ഇങ്ങനെ ചെയ്യാം എന്ന് പറയാൻ മടിക്കില്ല. നിങ്ങൾക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹവും ഉണ്ടാകാം. ചിലർക്ക് ജോലി മാറ്റണം എന്ന ചിന്ത, ചിലർക്ക് പുതിയൊരു സംരംഭം തുടങ്ങണം എന്ന ആഗ്രഹം, ചിലർക്ക് ഇതുവരെ ചെയ്യാത്ത ഒരു മേഖലയിലേക്ക് പോകണം എന്ന ആഗ്രഹം. ഇത്തരത്തിലുള്ള ചിന്തകൾ ഇടയ്ക്കിടെ വരാം. പണം സമ്പാദിക്കാനുള്ള കഴിവിനൊപ്പം പണം ചെലവഴിക്കാനുള്ള താല്പര്യവും ഉണ്ടാകാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കണ്ടാൽ ഇത് വാങ്ങണം എന്ന് തോന്നും. പക്ഷെ പിന്നീട് കണക്കു കൂട്ടുമ്പോൾ വേണ്ടിയിരുന്നോ എന്ന് ചിന്തിക്കുകയും ചെയ്യാം. അതുകൊണ്ട് പണം ലഭിക്കുമ്പോൾ ഒരു ഭാഗം ആസ്വദിക്കാനും ഒരു ഭാഗം ഭാവിക്കായി മാറ്റിവെക്കാനും പഠിക്കുക. സ്നേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പകുതി മനസ്സുള്ള ബന്ധങ്ങൾ ഇഷ്ടമല്ല എന്നതാണ്. നിങ്ങൾക്ക് വ്യക്തത വേണം. ആൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിൽ കാണണം. വാക്കുകൾ മാത്രം നിങ്ങൾക്ക് മതിയാകില്ല. ഒരാൾ നിങ്ങളോട് സത്യസന്ധനാണെങ്കിൽ നിങ്ങൾ അവർക്കായി വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകും. പക്ഷേ വഞ്ചന, അത് നിങ്ങൾ ഒരിക്കലും എളുപ്പത്തിൽ മറക്കില്ല എന്നതാണ്. കുടുംബത്തിൽ നിങ്ങൾ പലപ്പോഴും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന വ്യക്തിയായിരിക്കും. പ്രശ്നം വന്നാൽ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും. പക്ഷെ ചിലപ്പോൾ എല്ലാം നിങ്ങളുടെ ചുമലിൽ മാത്രം എടുക്കേണ്ടതില്ല എന്നതാണ്. നിങ്ങൾക്കും വിശ്രമം വേണം. നിങ്ങളെ സ്നേഹിക്കുന്നവരോട് നിങ്ങളുടെ വിഷമം തുറന്നു പറയാൻ പഠിക്കുക. ഇപ്പോൾ ഒരു രഹസ്യം പറയാം. നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം നിങ്ങളെക്കുറിച്ച് വളരെയധികം ബാധിക്കും. പുറത്ത് എനിക്ക് ആരുടെയും അഭിപ്രായം പ്രശ്നമല്ല എന്ന് പറയാം. പക്ഷെ ഉള്ളിൽ അവർ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് ആലോചിക്കാം. ഇത് പതുക്കെ മാറ്റിക്കൊണ്ടുവരേണ്ട ഒരു സ്വഭാവമാണ്. എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ശരിയായ വഴിയിലാണെന്ന് നിങ്ങളുടെ മനസ്സിനറിയാമെങ്കിൽ എല്ലാവരുടെയും അംഗീകാരം ആവശ്യമില്ല. ഇനി നിങ്ങളെക്കുറിച്ച് ആളുകൾക്ക് അറിയാത്ത ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ തോൽക്കാൻ പേടിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ കഴിവുപയോഗിക്കാതെ ജീവിതം കടന്നു പോകുന്നതാണ് കൂടുതൽ പേടിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും വലിയതായി ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തെ അവഗണിക്കരുത്. ചെറിയൊരു ചുവടാണെങ്കിലും മുന്നോട്ട് വയ്ക്കുക. ഒരു ദിവസം പിന്നോട്ട് നോക്കുമ്പോൾ അന്ന് ഞാൻ ശ്രമിച്ചത് നന്നായി എന്ന് നിങ്ങൾക്ക് തന്നെ പറയാൻ കഴിയണം. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ നിറമായിട്ടുള്ള മഞ്ഞ നിറം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ നിറമായിട്ടുള്ള നീല നിറം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ സ്വഭാവം വളരെ ആഴമുള്ളതാണ്. നിങ്ങളുടെ യഥാർത്ഥ മനസ്സറിയുന്നവർ വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് ചുറ്റും ആളുകൾ ഉണ്ടായാലും നിങ്ങളുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് സൂക്ഷിക്കും. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത നിശബ്ദതയാണ്. നിങ്ങൾക്ക് എല്ലാത്തിനും ഉടൻ പ്രതികരിക്കണമെന്നില്ല. ചില കാര്യങ്ങൾ കേട്ട ശേഷം നിങ്ങൾ ശാന്തമായിരിക്കും. പക്ഷെ അതിനിടയിൽ നിങ്ങളുടെ മനസ്സ് ഒരുപാട് കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ടാകും. ഏകാന്തതയും സ്നേഹവും, ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിരോധാഭാസം. നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവരിൽ നിന്നും മാറി നിൽക്കണം എന്ന് തോന്നും. അതേസമയം എന്നെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന ആഗ്രഹവും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു കൂട്ടം ആളുകളെക്കാൾ ഒരു യഥാർത്ഥ സുഹൃത്താണ് വിലപ്പെട്ടത്. നിങ്ങളുടെ ഉള്ളിലെ ഒരു പ്രത്യേക കഴിവാണ് അന്തർബോധം. ഒരു വ്യക്തിയെ കണ്ടപ്പോൾ തന്നെ ഇവരെ പൂർണ്ണമായി വിശ്വസിക്കേണ്ട എന്നൊരു തോന്നൽ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. ഒരു സ്ഥലത്ത് പോയപ്പോൾ എന്തോ ശരിയല്ലെന്ന തോന്നൽ ഉണ്ടാകാം. ഒരു തീരുമാനം എടുക്കുമ്പോൾ മനസ്സിൽ ഒരു ശബ്ദം, കുറച്ചുകൂടി കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ. ഈ സ്വാഭാവികമായ സൂചനകളെ പൂർണ്ണമായി അവഗണിക്കരുത് എന്നതാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് കഴിഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് മറക്കാൻ ബുദ്ധിമുട്ടായേക്കാം, പ്രത്യേകിച്ച് വികാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരാൾ നിങ്ങളോട് പറഞ്ഞ ഒരു ചെറിയ വാക്ക് പോലും വർഷങ്ങൾ കഴിഞ്ഞും ഓർമ്മയുണ്ടാകും. ഇത് നിങ്ങളുടെ ദൗർബല്യം മാത്രമല്ല, നിങ്ങളുടെ ഓർമ്മശക്തിയുടെയും വികാരങ്ങളുടെ ആഴത്തിന്റെയും ഭാഗമാണ്. പക്ഷെ കഴിഞ്ഞ കാലത്തെ ഇന്നത്തെ ജീവിതത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ സ്നേഹിച്ചാൽ വളരെ ആഴത്തിൽ സ്നേഹിക്കും. ആ വ്യക്തിയുടെ സന്തോഷം നിങ്ങൾക്ക് പ്രധാനമാണ്. അവരുടെ വിഷമം നിങ്ങളെയും ബാധിക്കും.
പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ വികാരങ്ങൾ തുറന്നു പറയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അവർക്ക് മനസ്സിലാകുമല്ലോ എന്ന് നിങ്ങൾ കരുതും. പക്ഷെ എല്ലാവർക്കും മനസ്സ് വായിക്കാൻ കഴിയില്ല. നിങ്ങൾ സ്നേഹിക്കുന്നവരോട് നിങ്ങളുടെ വികാരം ചിലപ്പോൾ തുറന്നു പറയേണ്ടതുണ്ട്. നിങ്ങൾക്ക് പണം വേണം, പക്ഷെ പണത്തേക്കാൾ പ്രധാനപ്പെട്ടത് സുരക്ഷിതത്വവും സമാധാനവുമാണ്. കുടുംബം സുരക്ഷിതമായി ഇരിക്കണം, വീട്ടിൽ സമാധാനം വേണം, ഭാവിയെക്കുറിച്ച് വലിയ ഭയം വേണ്ട. ഇതൊക്കെയാണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത്. പണം വന്നാൽ കുടുംബത്തിനായി ചിലവാക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ മറ്റുള്ളവർക്കായി എല്ലാം ചിലവാക്കി സ്വന്തം ഭാവി മറക്കരുത്. നിങ്ങൾക്ക് അർത്ഥമുള്ള ജോലി വേണം. വെറും ശമ്പളം കിട്ടുന്നത് കൊണ്ട് മാത്രം മനസ്സ് നിറയണമെന്നില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു തൃപ്തി വേണം. നിങ്ങളുടെ കഴിവിനെ വിലമതിക്കുന്ന അന്തരീക്ഷം വേണം. നിങ്ങളെ നിരന്തരം അപമാനിക്കുന്ന ഒരു സ്ഥലത്ത് ദീർഘകാലം തുടരുന്നത് നിങ്ങളെ മാനസികമായി ക്ഷീണിപ്പിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുക. കുടുംബത്തിൽ നിങ്ങൾ പലപ്പോഴും സമാധാനം നിലനിർത്താൻ ശ്രമിക്കും. രണ്ടാളുകൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ നടുവിൽ നിന്ന് കാര്യങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കും. പക്ഷേ എല്ലാവരുടെയും പ്രശ്നം നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല. നിങ്ങളുടെ മനസ്സിനും വിശ്രമം വേണം. നിങ്ങൾക്ക് സൃഷ്ടിപരമായ കഴിവുകൾ ഉണ്ടാകാം. പാട്ട്, എഴുത്ത്, സംസാരം, കല, ആത്മീയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആളുകളെ വിശ്വസിപ്പിക്കുന്ന കഴിവ്. ഇതിലേതെങ്കിലും മേഖലയിൽ നിങ്ങളുടെ സ്വാഭാവികമായ കഴിവ് പ്രകടമാകാം. നിങ്ങൾക്ക് മറ്റൊരാളുടെ വിഷമം കേൾക്കാനും അവരെ ആശ്വസിപ്പിക്കാനും കഴിയുന്നത് തന്നെ വലിയൊരു കഴിവാണ്. ഇനി നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യത്തിലേക്ക് വരാം. നിങ്ങൾ ചിലപ്പോൾ അമിതമായി ചിന്തിക്കും. ഒരു ചെറിയ സംഭവം പോലും പല രീതിയിൽ വിശകലനം ചെയ്യും. ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ, അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. എല്ലാ ചോദ്യത്തിനും ഉടൻ ഉത്തരം ലഭിക്കണമെന്നില്ല. ചില നല്ല കാര്യങ്ങൾക്ക് സമയം തന്നെ ഉത്തരം നൽകും. ഇനി നീല നിറത്തിന്റെ ഏറ്റവും വലിയ രഹസ്യത്തിലേക്ക് കടക്കാം. നിങ്ങളെക്കുറിച്ച് ആരും അറിയാത്ത വലിയൊരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കരുതുന്നതിലും കൂടുതൽ കഴിവുള്ള ആളാണ് എന്നതാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കഴിവിനെ കുറിച്ച് സംശയമുണ്ടാകാം. പക്ഷെ ശരിയായ അവസരം ലഭിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മറ്റുള്ളവർ നിങ്ങളെ തിരിച്ചറിയുന്നതിന് മുൻപ് നിങ്ങൾ സ്വയം തിരിച്ചറിയണം. അപ്പോൾ മൂന്നാമത്തെ നിറമായിട്ടുള്ള നീലനിറം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.